ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുതെന്ന് യൂട്യൂബേഴ്സൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. നമുക്ക് ഒരു ഇഷ്ടം തോന്നി അങ്ങ് പറഞ്ഞു. ഹായ് മോർണിംഗ്. അതെ, ഇന്ന് നല്ല കാലാവസ്ഥ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ ഉള്ള ഒരവസ്ഥ പോലെ തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, എവിടെയോ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവിച്ചിലിന് ഒരു കുറവുമില്ല, വിയർത്തിങ്ങനെ അങ്ങ് ഒഴുകുക. ഞാൻ ഇന്ന് നടക്കാൻ പോകുന്നില്ല കേട്ടോ. നമ്മുടെ അപ്പുറത്തെ ടീച്ചറെ കണ്ടേ, അപ്പോഴേ എനിക്ക് വീഡിയോ പിടിക്കാൻ ഒരു ചമ്മൽ, ഞാനങ്ങ് കട്ട് ചെയ്തില്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതേ, ഇന്ന് നടക്കാൻ പോകാനായിട്ട് ഇപ്പോൾ സമയമില്ല, വീട്ടിൽ കയറി പോവാം. ഏട്ടനവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. ഏട്ടന് കുറച്ച് കാര്യങ്ങളുണ്ട്, ഫുഡൊക്കെ ആക്കി കൊടുക്കണം. ചോറൊക്കെ കുറച്ച് കൊടുത്തു വിടും കേട്ടോ, കറി ഇച്ചിരി തോനെയും കൊടുത്തു വിടും. ചിക്കൻ തൂത്തിയത് ഇച്ചിരിയുണ്ട്, അതുകൂടെ കൊടുത്തു വിടും. ഇഷ്ടമല്ല, പക്ഷേ എന്നാലും ഞാനിങ്ങനെ കുറച്ച് വെക്കുക എൻ്റെ ഒരു സമാധാനത്തിന്. ഒരെണ്ണം അമ്പൂട്ടനും ഒരെണ്ണം ഏട്ടനും കൊടുക്കാനും ഇരിക്കട്ടെ, അതിവിടെ വെക്കാൻ സ്ഥലമില്ല. കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്നതിന് അത്രയേ ഉള്ളൂ കേട്ടോ. എന്നുവെച്ചാലേ നമുക്ക് ചോറൊക്കെ കുറച്ച് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്. ഒഴിച്ചേറിക്ക് വേണം ഇന്ന്, വേറെ കറികളെക്കാട്ടിലും ഇതാണ് ഇഷ്ടം. ആപ്പിളൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് വെച്ച് അപ്പോൾ ഇതാ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഏട്ടൻ പോയി കേട്ടോ. അപ്പോൾ 7:10 ഉള്ളൂ. അമ്പൂട്ടിന് കുറേ കൂടെ കഴിഞ്ഞിട്ട് വിട്ടാൽ മതിയല്ലോ. അവ എഴുന്നേറ്റിട്ടില്ല, അതിനെ വിചാരിച്ച് കുറച്ച് നടന്നിട്ട് വരാം. അപ്പോൾ പോയിട്ട് വരട്ടെ. ഈ സമയത്തെ ഇവിടെ നടക്കാനൊന്നും ആരുമില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും മക്കളെയൊക്കെ വിടുന്ന തിരക്കിലാണ്. എൻ്റെ പണിയൊക്കെ രാവിലെ ആയതുകൊണ്ടേ ഞാൻ ഇറങ്ങിയത്. പാടിക്ക് കൊണ്ടാണുള്ളത് ഒരുമാതിരി എല്ലാം ആയിരിക്കും. അവനെ വിളിച്ചുണർത്തി ഒന്ന് റെഡിയാക്കിയാൽ മതി. അതുകൊണ്ട് ഞാനിങ്ങനെ നടക്കാം രാവിലെ. അപ്പോൾ ആരും ഇല്ല. പക്ഷേ ഞാനേ അമ്പൂട്ടനെ കൊണ്ടാക്കിയിട്ട് വന്ന് അപ്പോഴത്തേതാ അവൻ്റെ കളിപ്പാട്ടങ്ങളെന്ന് പറഞ്ഞാൽ വീട് നിറയും കളിപ്പാട്ടങ്ങളാണ്. ഇതെല്ലാം പറക്കി ഒതുക്കിയിട്ട് ഇനി തൂക്കണം, തൂത്ത് തുടയ്ക്കണം. അതാണ്ടോ നിരത്തി നിരത്തി വെച്ചേക്കുന്നതാണ് എല്ലാം. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനലിലെ യൂട്യൂബിൻ്റെ വരുമാനത്തെ പറ്റിയൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞോളൂ. പക്ഷേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, നമ്മുടെ വീഡിയോസിന് പഴയതുപോലെ കിട്ടുന്നത് പോലും എനിക്ക് കിട്ടുന്നില്ല. അതാണ് സത്യം. ഈ വരുമാനം പറയരുതെന്ന് പറയുന്നതൊക്കെ ഇതുകൊണ്ടായിരിക്കും. എനിക്കറിയത്തില്ലായിരുന്നു ഇതൊക്കെ. ഞാനേ ഫാൻ അണയ്ക്കാൻ പോയതാണ്, ഇല്ലെങ്കിൽ പറയുന്നത് ഒന്നും കേൾക്കത്തില്ല. പിന്നെ തുടപ്പൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചായ ഇട്ടതാണ് കേട്ടോ. ചായ എന്ന് വെച്ചാൽ എനിക്ക് ഗോതമ്പ് ദോശയായിരുന്നേ കാപ്പിക്ക്. അപ്പം ഗോതമ്പ് ദോശയും ചമ്മന്തിയായിരുന്നു. എനിക്കത് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ചായ പിള്ളേർ കുടിച്ചിട്ട് പോയതിൻ്റെ ബാക്കി ചായ ഇരുന്നു. അപ്പോൾ അതങ്ങ് ചൂടാക്കി കുടിക്കാമെന്ന് കരുതി. ഇനിയുണ്ടല്ലോ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. എൻ്റെ അമ്പൂട്ടൻ വരുമ്പോൾ അവനെ കൊതിപ്പിച്ച് ചോറ് തീറ്റിക്കല എൻ്റെ പരിപാടി. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കെ. നിങ്ങൾ ഇതുപോലെയൊക്കെ ഇത് ചെയ്തു നോക്കല്ലേ. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കട്ടെ. നല്ല ചൂട് പൊള്ളി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോഴേ നമ്മുടെ എൻ്റെ അമ്പൂട്ടന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ സ്പെഷ്യൽ. തോനയും ചോറൊന്നും വേണ്ട കേട്ടോ, പിന്നെ ഞാൻ കഴിക്കേണ്ടി വരും തോന ഇട്ട് കഴിഞ്ഞാൽ. കുറച്ച് തോരൻ, ചമ്മന്തി ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് വയ്ക്കാം, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ സംഭവം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കാണിക്കാൻ ഞാനിന്നൊരു കാര്യം ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാ എൻ്റെ അമ്പൂട്ടൻ വരുമ്പോഴേ ഒത്തിരി സന്തോഷമാവേ. തട്ടത്തിലെ ചോറ് കാണുമ്പോൾ അമ്പൂനെ വിളിച്ചോണ്ട് വിയർത്ത് കുളിച്ച്. അമ്പൂട്ട ഹാപ്പി ആയി കേട്ടോ. വന്നപ്പോഴേ ഉള്ള തുറക്കുന്നതൊക്കെ ഒരു സന്തോഷത്തോടു കൂടിയാണ്. പിന്നെ അവന് വീഡിയോ പിടിക്കുന്നതൊന്നും ഇഷ്ടമല്ലേ. ഞാൻ പിന്നെ മോനൊന്ന് എടുക്കുന്ന മാത്രമേ പിടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. വീട്ടത്തെ ഒരു ചായയോടുകൂടി നമ്മുടെ ഇനിയുള്ള പരിപാടികളങ്ങ് സ്റ്റാർട്ടാവുകയാണ് കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ ഇത്രയും നേരം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ ചെറിയൊരു ഇത് എഴുന്നേറ്റൊന്ന് ചായയൊക്കെ ഇട്ട്. ലഞ്ച് ബോക്സുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാം തൊലിയൊക്കെ വിരിച്ച് കേട്ടോ. അതാ നോക്കിയേ, വേസ്റ്റാണ് കൂടുതൽ. ക്ലീൻ ചെയ്ത കൊഞ്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ച്. അതൊന്ന് വേവട്ടെ. ഈ വേസ്റ്റ് എടുത്ത് ഫ്രീസറിലോട്ട് വയ്ക്കാം, ഇല്ലെങ്കിലേ
ഭയങ്കര വാടയായിരിക്കും, വീട്ടിൽ കയറാൻ ഒക്കത്തില്ല. എനിക്ക് ഇന്ന് വേസ്റ്റ് കളയാനും നേരമില്ല, നാളെ കളയാം. കുറച്ച് സ്മൈലി ഇരിപ്പുണ്ട്, കണ്ട ഇതൊന്നാക്കി കൊടുക്കാം. ഇത് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടോ? ഇതാണ് സ്മൈലി പൊട്ടറ്റോ. ഇത് അമ്പൂട്ടിന് ഒത്തിരി ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടം. പക്ഷെ ഇതങ്ങനെ വാങ്ങൂല കേട്ടോ, വർഷത്തിൽ ഒരെണ്ണമാണ് മേടിക്കും. കാരണം ഇത് ഫ്രോസൺ ആണ് കേട്ടോ. അതാവട്ടെ അവിടെ ഇരുന്നു. എൻ്റെ അമ്പൂട്ടൻ്റെ ഹോംവർക്കാണ് ഇവിടെ ഇങ്ങനെ എഴുതണം, നാടിക്ക് അങ്ങനെ എഴുതണം. ഇനി ഇവന് ഇത് ചെയ്യിപ്പിക്കണം എൻ്റെ ചക്കരക്കുട്ടന്. അത് പിന്നെ ടൊക്കുറോ പുറത്ത് പോയി കളിച്ചിട്ടേ ഇനി ചെയ്യുള്ളൂന്നാ പറയുന്നത്. പൊളിച്ചിട്ട് കയ്യിൽ തിന്നുന്ന അമ്പൂട്ടെ സോസും കൂട്ടി തിന്നണേ ആണോ? നാട്ടിൽ നിന്ന് വന്നപ്പോൾ അപ്പുറത്തെ ടീച്ചർ കൊണ്ടുവന്ന ചിപ്സാ പൊട്ടിച്ച് കഴിക്കുക. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നത്. കുറച്ച് ഉള്ളി കരിഞ്ഞു പോയി. അമ്പാടി കുളിക്കുമായിരുന്നു, അവനെ നോക്കാൻ പോയി. പുട്ടിൻ്റെ പൊടി കുറച്ച് കുഴച്ച് വെച്ചേക്കുന്നതാണ്. ഇനി പുട്ടുണ്ടാക്കണം. ഗോതമ്പ് പുട്ട. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഇടുക കേട്ടോ. നമ്മളെ തക്കാളിക്ക് അരച്ച് വെച്ചേക്കുന്ന ഇതിനകത്തൊക്കെ ഒഴിക്കുക. ഇതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഈ വേവിച്ച് വെച്ചേക്കുന്ന കൊഞ്ച് ഇടുക. ഇത്രയും കൊഞ്ചേ ഉള്ളൂ. ആ കണ്ട ഭീമാകാരമായ സംഭവമൊന്നും ഇവിടെ കാണാനില്ല. ദാ ഇത്ര എണ്ണ കിട്ടിയത് കേട്ടോ. തോടും തൊണ്ടുമൊക്കെ ഉള്ളായിരുന്നു അതിനകത്ത്. ഇതിന് ഇനി കുറച്ച് ഗരം മസാല പൊടിച്ചതാ, ഇപ്പം വറുത്ത് പൊടിച്ച് കേട്ടോ. ഇനി പുട്ടാക്കണം. പുട്ടിതാ റെഡിയായി വരുന്നില്ലേ. അടിപൊളി ഗോതമ്പ് പുട്ട കേട്ടോ. കൊഞ്ച് റോസ്റ്റ്. അപ്പോഴേ ഞാൻ കഴിക്കട്ടെ. ഭയങ്കര ചൂട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇന്നപ്പോൾ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നേരത്തെ കണ്ടുകൊണ്ടിരുന്ന സംഭവം പോലെ ഇപ്പോൾ കിട്ടുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പൊതുവേ പറയുന്ന കേൾക്കാം വ്യൂസൊക്കെ കുറവെന്ന്. എനിക്കാണെങ്കിൽ ഷോർട്ടിനാണ് വ്യൂസ് കിട്ടുന്നത്, അതും വളരെ കുറവായി ഇപ്പോൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.